ഇപ്പോഴും ഇവിടെ എത്തുന്ന ഭക്തർക്ക് ദർശനം അനുവദിച്ചിട്ടുണ്ട്. വലിയ തിരക്ക് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ആളുകൾ ഒഴുകിയെത്തുകയാണ്. ഈ നേരത്തെ പൊങ്കാലയിട്ട് അവിടെ പൊങ്കാലയിട്ട് അതെല്ലാം ആ വിഭവങ്ങളെല്ലാം തയ്യാറാക്കിയ ശേഷം അതവിടെ മറ്റാളുകളെയൊക്കെ ഏൽപ്പിച്ച് കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുന്നു. അതാണ് ഇടയ്ക്കൊരു തിരക്ക് കുറഞ്ഞിട്ട് പിന്നെ ഈ വലിയ തിരക്കിലേക്ക് പോകുന്നത്. തുടങ്ങിയ സമയത്ത് പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഒഴുക്ക് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ പല നാടുകളിൽ നിന്ന് വന്നവരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ഞാൻ ആക്ച്വൽ വയനാടാണ്, ഇപ്പോൾ എറണാകുളത്ത് നിൽക്കുന്നത്. എന്നാ എത്തിയ പൊങ്കാലയ്ക്ക് വേണ്ടി? മിനിയാന്ന് നൈറ്റിൽ വന്നു. നന്നായിട്ട് പൊങ്കാലയായിട്ടോ? അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ അമ്മയെ കാണാനായിട്ട് വരുന്നേ ഉള്ളോ അതോ? നേരത്തെ വന്നു, പൊങ്കാലയിട്ട് ഒന്നുകൂടി തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചത്. ഞാൻ കാലിക്കറ്റ്. സുഖമായിട്ടാണ് വരുന്നത്? അല്ല, 4ാമത്തെ പ്രാവശ്യം. നേരത്തെ ദർശനത്തിന് പോയിരുന്നു? ഓ, ഒരു വട്ടം പോയിരുന്നു. അങ്ങനെ ഓർമ്മയായ കാലം തൊട്ടേ അമ്മയുടെ മണ്ണിൽ വരുന്നതാണ്. ഞങ്ങൾക്ക് ഇനി ഉള്ള കാലം മൊത്തം വരണമെന്ന് ആഗ്രഹമുണ്ട്. ഉള്ളിൽ സങ്കടം വന്നു പോകുന്നല്ലേ? അതാണ് അമലേ, അവർക്കൊക്കെയും ഈ അമ്മയോടുള്ള ഭക്തിയുടെയും ആദരവിൻ്റെയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോവുകയാണ് അവർക്ക്. സംസാരിച്ച് ഇന്ന് കൃത്യസമയമായിരുന്നു. കാരണം അത് കഴിഞ്ഞപ്പോൾ അവിടെ തടഞ്ഞത് അവരെ കടത്തി വിട്ടു തുടങ്ങി. അപ്പോൾ പിന്നീട് നമ്മുടെ പിന്നിൽ കാണുന്നത് ഇങ്ങനെ ഒരു പ്രവാഹമാണ്. എന്തായാലും ആളുകളെല്ലാം വലിയ സന്തോഷത്തിലാണ്. ഇവർക്ക് നമ്മൾ രണ്ടാമത് ദർശനത്തിന് വരുന്ന ആളുകളാണ്. അതായത് ഇവിടുന്ന് എറണാകുളത്തിനും കോഴിക്കോടിനൊക്കെ മടങ്ങി പോകുമ്പോൾ ഒരു വട്ടം കൂടി ഒന്ന് വന്ന് അനന്തപുരിയിലുള്ള സമയം അത്രയും അമ്മയെ കണ്ടു തീരുന്നില്ല അവരെന്നുള്ളതാണ്. വീണ്ടും വീണ്ടും കണ്ടിട്ട് മടങ്ങിപ്പോകാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇവരെല്ലാവരും ഉള്ളത്. ഇവരൊക്കെ തന്നെ പൊങ്കാലയ്ക്ക് മുന്നേ വന്ന് കണ്ടതാണ്, അനുവാദം വാങ്ങിപ്പോയി പൊങ്കാല ഇട്ടതാണ്. വീണ്ടും ഒന്നുകൂടി കണ്ട് നിവേദിച്ച് തിരിച്ചു പോകാനുള്ളൊരു പുറപ്പാടിലാണ്. അപ്പോൾ ഇനി 2:30ക്കാണ് നിവേദിക്കുകയാണ്. അതിനുള്ള കാത്തിരിപ്പാണ് നഗരം മുഴുവൻ. അതിന് ക്ഷേത്രത്തിൽ നിന്നും അതിൻ്റെതായ ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നിവേദിക്കാനായി പുണ്യാഹം തളിക്കാനായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം സജ്ജീകരിക്കുന്നുണ്ട്. ഇവിടുത്തെ ജീവനക്കാരെല്ലാം തന്നെ അതിനായിട്ട് ഓടി നടക്കുന്നത്. 250 പേരെയാണ് നഗരത്തിന്റെ വിവിധയിടങ്ങളിലായി ശാന്തിക്കാരെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ അധികം വൈകാതെ, അല്ലെങ്കിൽ ഇത് ഈ പുണ്യാഹം തളിച്ചിങ്ങനെ എത്തണമെങ്കിൽ ഒരുപാട് സമയമെടുക്കുന്ന അവസ്ഥയുണ്ടാകും. ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണം കൂട്ടി അതിവേഗത്തിൽ, അതായത് ഒരേ സമയം ഈ പുണ്യാഹം തളിക്കുന്ന ചടങ്ങ് അവസാനിപ്പിക്കുക, നിവേദിക്കുന്ന ചടങ്ങ് വേഗത്തിൽ തീർക്കുക എന്നുള്ളത് തന്നെയാണ് സംഘാടക സമിതിയും കണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ മറ്റു ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ ഋഷിമംഗല ക്ഷേത്രം, അത്തരം ക്ഷേത്ര പരിസരത്ത് പൊങ്കാലിടുന്നവരുണ്ട്. അപ്പോൾ അവിടുത്തെ ആളുകൾ കൂടി ഇതിൻ്റെ ഭാഗമായി അവിടുത്തെ ശാന്തിക്കാർ കൂടി എത്തി പുണ്യാഹം തളിക്കും. അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ അതും നടക്കും. അതിനുശേഷമാകും ഈ പുഷ്പവൃഷ്ടി നടക്കുന്നത്. ഈ രാജീവ് ഗാന്ധി അക്കാഡമിയുണ്ട്, ഏവിയേഷൻ അക്കാഡമിയുണ്ട്. അവിടുത്തെ 2 ചെറുവിമാനങ്ങൾ, നമ്മൾ തിരുവനന്തപുരംകാർക്ക് അറിയാൻ കഴിയും. തിരുവനന്തപുരത്ത് ഈ മുകളിലൂടെ 2 ചെറുവിമാനങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ പറന്ന് കളിക്കുന്നത് കാണാം. അതായത് കുട്ടികളെ പുതിയ ആളുകളെ പഠിപ്പിക്കുന്ന ഒരു വിമാനമാണ്, ചെറിയ വിമാനം. ആ വിമാനത്തിലാണ് ഈ പുഷ്പവൃഷ്ടി നടക്കുന്നത്. അത് ഇന്നും ഉണ്ടാകും. അത് ഈ നിവേദിക്കുന്ന അതേ സമയത്ത് തന്നെ നഗരത്തിൻ്റെ വിവിധയിടങ്ങളിലായി 2 വിമാനം ഇങ്ങനെ പറക്കുന്നത് കാണാം. ഇതാണ് കാര്യം. പിന്നെ ഇന്ന് ആ ചടങ്ങുകളും കഴിഞ്ഞു പോവുകയാണ്. പക്ഷേ പിന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ വീണ്ടും ഉണ്ട്. കുത്തിയോട്ടമുണ്ട് വൈകുന്നേരം. രാത്രി 11 മണിക്ക് ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നുണ്ട്. പിന്നെ നാളെ തിരിച്ചെത്തും എന്നാണ് വിശ്വാസം. അത് കഴിഞ്ഞ് വൈകുന്നേരം കാപ്പഴിക്കലുണ്ട്. അതോടുകൂടിയാണ്, അതായത് ദിബീഷ് നേരത്തെ പറയുകയായിരുന്നേ, ഇന്നത്തോടു കൂടി പുറത്തു നിന്ന് വന്ന ആളുകളുടെ പൊങ്കാല എന്ന് പറയുന്ന ആ ഒരു അങ്ങ് കഴിഞ്ഞു. പക്ഷേ തിരുവനന്തപുരംകാർക്ക് ശരിക്കും ആഘോഷം നാളെയാണ്. കാരണം അവർക്ക് സ്വതന്ത്രമായി ദേവിയെ തിരുവനന്തപുരംകാർക്ക് ഒരു ശീലമുണ്ട്. അതായത് കച്ചവടങ്ങൾ കാണാനും സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ആയിട്ടൊരു വരവ് അങ്ങനെ കൂടി വരുന്നുണ്ട്. പൊങ്കാല ഇട്ട് പോയതിനു ശേഷം നാളത്തെ ദിവസം തദ്ദേശീയരായിട്ടുള്ളവർക്ക് അതിനു വേണ്ടി കൂടിയുള്ളതാണ്. പിന്നെ വീട്ടിൽ അതിഥികളുണ്ടാവും, അവരെയൊക്കെ മാനേജ് ചെയ്ത് നാളെ തിരിച്ചയക്കുന്ന തിരക്കുകളും അങ്ങനെയൊക്കെ ആയിട്ട് നാളെ ഒരു ദിവസം കൂടി ഉത്സവം നീളുകയാണല്ലേ, പൊങ്കാല ഉത്സവം. നാളെ കൂടി നീളുന്നുണ്ട്. പക്ഷെ നാളെ ഈ ആളുണ്ടാകില്ലാത്തതിനാൽ തന്നെ ഇത്രയധികം ആൾത്തിരക്ക് ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഇന്നത്തെ സ്ഥിതി എന്ന് പറയുമ്പോൾ ഇന്ന് എത്ര ലക്ഷം ആളുകളാണ് തലസ്ഥാന നഗരിയിൽ ഉള്ളത് എന്ന കാര്യം പ്രവചിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്, കണക്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ നമ്മൾ കാണുന്നത് എല്ലാ വഴിയിലൂടെയും വരുന്ന ആളുകൾ സംഗമിക്കുന്നത് ആറ്റുകാലേക്കാണ്. ഈ ഇരവിഴിഞ്ഞപ്പുഴ അറബിക്കടലിലുള്ളതെന്നൊക്കെ പറയുന്നത് പോലെ ഈ പുഴ ഒഴുകി കടലിലേക്ക് ചേരുന്ന ആറ്റുകാലിലേക്കാണ്. അപ്പോൾ അങ്ങനെ വന്ന് സംഗമിച്ച് കിടക്കുകയാണ്. അത് 1-2 ദിവസം മുൻപ് തുടങ്ങിയ വരവല്ല, ഒഴുക്കല്ല, അത് കുറേ അധികം ദിവസമായി തുടങ്ങിയ ഒഴുക്കാണ്. അപ്പോൾ ആ ആളുകളെല്ലാം ഇവിടെയുണ്ട്. ഇത്രയധികം ആളുകൾ ഉണ്ടായിട്ടും നമ്മൾ ഈ ചൂട്, ഈ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോഴേ ഇനിയിപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളില്ല. കാരണം പൊങ്കാലയുടെ ചടങ്ങുകൾ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നിവേദിക്കുന്ന ഒരു ചടങ്ങ് മാത്രമാണ് അവശേഷിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നവും കൂടാതെ, ഒരു പ്രശ്നവും, അതായത് നമുക്ക് ഇതുവരെയും ഒരു പ്രശ്നവും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരു പ്രശ്നവുമില്ലാതെ കഴിഞ്ഞു പോയി. സംഘാടനമാണ്
കേട്ടോ അമല ഇതിന്റെ. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെ. ഞാൻ അതിന് കാരണം തിരുവനന്തപുരത്തെ ഓരോ മനുഷ്യരും ഇതിന്റെ സംഘാടകരാണെന്നുള്ളത്. ഇത് ഈ ഓരോ മനുഷ്യർ മാത്രമല്ല, നമുക്ക് ഇവിടെ തന്നെ സന്നദ്ധ സംഘടനകളിൽപ്പെട്ട ഒരുപാട് പേരെ കാണാം അല്ലേ. നേരത്തെ അമലൻ എന്നോട് പറഞ്ഞില്ലേ, തിരുവനന്തപുരത്ത് ഒരു സംഘടനയാണ്, യുവാക്കളൊക്കെയും ഈ തിരക്ക് നിയന്ത്രിക്കാനും മറ്റുമായി അവരിങ്ങനെ സ്വയം സന്നദ്ധരായിട്ട് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. ഒരുപാട് ട്രസ്റ്റുകളുടെ കീഴിലുള്ളവർ, സംഘടനകൾക്ക് കീഴിലുള്ളവർ, അവരൊക്കെയും യുവാക്കളുടെ ഒരു സന്നദ്ധ സംഘം തന്നെ ഇവിടെയുണ്ട്. തിരക്ക് നിയന്ത്രിക്കാനും അവർക്കൊക്കെ വെള്ളം കൊടുക്കാനും അങ്ങനെ അവരുടെ ക്ഷേമം അന്വേഷിക്കാനും ആരോഗ്യനിലയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ സംഭവിച്ചാൽ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ച് അവരെ പെട്ടെന്ന് അടിയന്തരമായി ആരോഗ്യ വീണ്ടെടുക്കാനുള്ള നടപടികളിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് എല്ലാവരും തന്നെ സജ്ജമാണെന്നുള്ളതാണ് അല്ലേ. അതെ, ഇന്ന് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുണ്ടായ ഈ പല പല സ്ഥാപനങ്ങളും മറ്റുമൊക്കെ വിശറി ഇവിടെ നിൽക്കുന്ന പല ആളുകളുടെയും കൈവശമൊക്കെ നമുക്ക് അത് കാണാൻ കഴിയും. ആ അമ്മയുടെ കയ്യിലൊക്കെ ആ വിശറി ഉണ്ട്. വിശറി, പിന്നെ അതുപോലെ തന്നെ ഒരു ഷെയ്ഡ്, തലയിൽ വെക്കുന്ന മുന്നോട്ടുള്ള ഒരു ഷെയ്ഡ്, ഇത് രണ്ടും വിതരണം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അത് ഇവർക്ക് ഈ ചൂടത്ത് വലിയ അനുഗ്രഹമായി മാറി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുപോലെ ഈ സന്നദ്ധ സംഘടനകളൊക്കെ ഭക്ഷണം കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ തണ്ണിമത്തൻ പോലെയുള്ള പഴങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അത് ചൂടിനെ അതിജീവിക്കാൻ ഒരു പരിധി വരെ ഇവർക്കൊക്കെ സഹായകമാകുന്നുമുണ്ട്. അപ്പോൾ രാവിലെ തുടങ്ങി ഈ തിരക്ക് ക്ഷേത്രത്തിനുള്ളിൽ ഇനിയും കഴിയുന്നില്ല എന്നുള്ളതാണല്ലേ. ഭക്തജനങ്ങൾ എന്തുമാത്രം മനസ്സർപ്പിച്ച് അമ്മയെ കാണാൻ എത്തുന്നു എന്നുള്ളതാണ് ഈ കാഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മോദി, ഇന്ന് ഇങ്ങനെ അന്നദാനത്തിന് പല ആളുകളില്ലായിരുന്നുവെങ്കിൽ നമ്മൾ പട്ടിണിയായി പോയേനെ. കാരണം വെച്ചാൽ ഇവിടെ പരിസര പ്രദേശങ്ങളൊന്നും കടയൊന്നുമില്ല. കടയൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എത്തിപ്പെടാൻ അസാധ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കടക്കം സഹായകമാകുന്നത് ഇത്തരം ആളുകളാണ്. അവർ നമ്മളോട് ആരെ എന്ന് പോലും ചോദിക്കുന്നില്ല. നമ്മൾ എവിടെ നിന്നാണെന്ന് അവർക്ക് അറിയില്ല. അതാണ് ഈ പൊങ്കാലക്കാലത്തെ തിരുവനന്തപുരത്തിന്റെ സ്നേഹം. അതെ, അതെനിക്ക് തോന്നുന്നു എല്ലാ നാട്ടിലുമുള്ളവർ ഒരിക്കലെങ്കിലും വന്ന് അനുഭവിക്കേണ്ട ഒന്ന് തന്നെയാണ് അല്ലേ.